ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളിന്ന് ലോങ് വീഡിയോ ഇടുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ കോളേജിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട് പരിസരമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ തന്നെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡ് വൃത്തിയാക്കുക എന്നാണ്. ഇത് നിറച്ച് ബുക്സായിരുന്നു. താഴ്വശം കണ്ട ഞെട്ടണ്ട, ഇതായിരുന്നു അവസ്ഥ. ആ ബുക്സ് എല്ലാം ഞാൻ ഈ കട്ടിന് കീഴിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബോട്ടണിയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. ടെക്സ്റ്റുകൾ, ന്യൂസ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിറച്ച് സാധനങ്ങളാണ്. പിന്നെ എടുക്കുന്ന വഴിക്ക് എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ കൈ കൊണ്ട് വീട്ടിയെടുക്കണം. പിന്നെ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഒതുക്കി പറക്കി മാറ്റണം. എന്ന് വെച്ചാൽ 3 വർഷമായിട്ട് ഞാൻ ഇത് തൊട്ടിട്ടില്ല. കാരണം ഒരു ഡിഗ്രി തുടങ്ങി തീരുന്നത് വരെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് നമ്മൾ ഉണങ്ങിയ ചെടികളൊക്കെ ഇട്ട്, അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പിറക്കി മാറ്റി നോക്കിയപ്പോഴാണ് എൻ്റെ വൃത്തി എത്രത്തോളമെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. കാരണം പട്ടിക്കാട് പോലെ കിടക്കുമായിരുന്നു. പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ സ്റ്റാൻഡ് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പോലും അറിയാത്ത പല സാധനങ്ങളും അതിനകത്തുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. എന്തെല്ലാം വേസ്റ്റ് അതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ ഇന്ന് ഒതുക്കിയപ്പോഴാണ് കാണുന്നത്. പിന്നെ ഈ കുഞ്ഞിക്കട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഞാൻ അവിടെ വച്ചിരിക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എപ്പോഴോ ഒക്കെയോ നശിച്ച് പോയിട്ടുള്ള എമർജൻസി ഇതൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ എടുത്തതെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും. പിന്നെ ഈ സ്റ്റാൻഡ് വൃത്തിയാക്കണം. പക്ഷെ ചൂല് വെച്ചിട്ട് എനിക്ക് തൂക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൊച്ചു ചൂലെടുത്ത് ഒടിച്ചിട്ടൊക്കെ തൂത്ത് കാര്യമാണ്. അപ്പോൾ സ്റ്റാൻഡെന്ന് പറഞ്ഞ പോലെ എൻ്റെ ദൈവമേ, ഇത് ഞാൻ ആൾത്താമസമുള്ള സ്ഥലമാണോ എന്ന് വരെ നമ്മൾ കാണുന്നവരാലോചിച്ചു. അത്ര വൃത്തിയില്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ മൊത്തം ചിലന്തി വല വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 10:30 മണിയോടുകൂടി ഞാൻ തുടങ്ങിയത്. ഇന്നലെയാണ് ക്ലാസ് കഴിഞ്ഞത്. പിന്നെ ഇത് ഞാൻ കോളേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അവിടുത്തെ ഫെസ്റ്റ് നടന്നപ്പം. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ആ ക്ലോക്കിൻ്റെ 2 വശവും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ ഇത്രയും പറക്കി ഇനി ഓരോ സ്ഥലത്തും വെക്കണം. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ വർഷത്തും ഉണ്ട്. എന്നിട്ട് +2 മുതലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ന്യൂസ് പേപ്പറുകളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രിസർവ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണക്കാൻ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കെട്ടുണ്ടായിരുന്നു എടുത്ത് മാറ്റാനായിട്ട്. ഏതാണ്ട് ആക്രിക്ക് തൂക്കി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ ഉണക്കാൻ വെക്കുന്നത്. ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. എല്ലാ ചെടികളുടെ ഇങ്ങനെ ടിക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ഉണക്കിയാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് എൻ്റെ ടെക്സ്റ്റുകളും ഉള്ള ന്യൂസ് പേപ്പർ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വയ്ക്കുന്നത് ഈ കരിഞ്ചെള്ള, എൻ്റെ പൊന്നെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതുള്ളൂ പകൽ വരെ. പിന്നെ ഇത് എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. ഈ നീറ്റിൻ്റെത് ഞാൻ +2 കഴിഞ്ഞപ്പോൾ മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഉറുമ്പക്കത്തുനിന്ന് ഈ പരുവത്തി ഇരിപ്പുണ്ട്. പിന്നെ ഇതുകൊണ്ട് ആകെ ഒരു ഗുണം എനിക്ക് വന്നിട്ടുള്ളത് ഈ ചെടിയൊക്കെ ഉണക്കാൻ നമുക്ക് കുറച്ച് വെയിറ്റൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ +2ൻ്റെയൊക്കെ ടെക്സ്റ്റുകളാണ് ഇതൊക്കെ. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഇതായിരുന്നു സംഭവം. അതായത് എൻ്റെ റെക്കോർഡാണ്. ഒരു ഉറക്കം പോലും ഇല്ലാതിരുന്നാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഈ ഡിഗ്രിയുടെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഒരു പാത്രം നിറച്ച്, ഒരു ബക്കറ്റ് നിറച്ചുണ്ടായിരുന്നു. ഇത് ഇത്രയാണ് ഞങ്ങളുടെ റെക്കോർഡ്. ഓരോ രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഇരുന്ന് എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പം. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ 3 വർഷത്തെ അവിടുത്തെ ഹാൻഡ് ബുക്കാണ്. എല്ലാ വർഷത്തെയും ഉണ്ട്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇതൊന്നും ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഇത് ഞങ്ങളുടെ ടൂറിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ബുക്കുകളും ടെക്സ്റ്റുകളും റെക്കോർഡും ഒക്കെ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നില്ല ഒരു ഇടിഞ്ഞ് വീഴുന്നു, കാരണം അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഗിഫ്റ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇത് ഞങ്ങളുടെ ലാബിൻ്റെ സാധനങ്ങളായിട്ട്. ഇതൊക്കെ ഞാനിപ്പോൾ തുറന്ന് നോക്കിയതാണ്. പിന്നെ ഏകദേശം നമ്മൾ കട്ടിലിന് കീഴൊരു വിധം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാം തൂത്ത് വാരി ഞാൻ ഇപ്പുറത്തോട്ട് ഇട്ടു. ഏകദേശം 2 റൂമാണ് ഞാൻ ഈ പരുവത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 3 വർഷം കൊണ്ട് അങ്ങനെ എല്ലാം വീണ്ടും വാരി ഞാൻ ആ സ്റ്റാൻഡിനകത്ത് വെച്ചു. സൈഡൊക്കെ ഒതുക്കി എല്ലാ ഡ്രസ്സുകളും അടുക്കി പറക്കി ഞാൻ അലമാരി വെച്ചു. ബാക്കി എല്ലാം എവിടേക്ക് വാരിക്കൊണ്ട് വെച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് കാണുമ്പോൾ എനിക്ക് പിന്നെ വിഷമം വരുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു, അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ 1.5-2 മണിക്കൂർ കഷ്ടപ്പെട്ടെങ്കിലും
നല്ല വൃത്തിയായി കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. 2 റൂമാണ് ഞാൻ വൃത്തിയാക്കിയത്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർത്തിട്ടൊരു സന്തോഷം തോന്നി. അപ്പോൾ ഏകദേശം 12 മണിയായി. ഞാൻ 10:30 എങ്ങാണ്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ എല്ലാം തീർത്ത് പിന്നെ ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ ക്ഷീണമായപ്പോൾ ഞാനൊരു മാങ്ങ എടുത്ത് ഒറ്റയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചു. അപ്പോൾ ഒരു സന്തോഷമായി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് എന്തിനാണ് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കൊരു സന്തോഷം, പിന്നെ എനിക്കൊരു കണ്ടൻറ്റും ആവും എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.